LOC അഥവാ ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈൻ ഓഫ് കൺട്രോളിനെ കുറിച്ചാണ്. രാജ്യം മുഴുവൻ കോവിഡ് എന്ന മഹാരോഗത്തെ നേരിടുന്ന സമയം ഇവിടെ LOCയിൽ ഇന്ത്യൻ ആർമി ശത്രുക്കളെ നേരിടുകയായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ മാത്രമായി ഒട്ടനവധി തവണ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ മാത്രമായി ഇന്ത്യക്ക് 9ഓളം സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന 740 കിലോമീറ്റർ നീളമുള്ള ഈ ലൈൻ ഓഫ് കൺട്രോൾ ഇന്നും വെല്ലുവിളികൾ നേരിടുന്ന ഒരിടമാണ്. ഈ ലൈൻ ഓഫ് കൺട്രോളിനെ കുറിച്ചാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുകയും കാശ്മീരിലേക്ക് പാകിസ്ഥാൻ കയ്യേറ്റം നടത്തുകയും ഒടുവിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന അതിർത്തി രൂപപ്പെടുകയും ചെയ്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ പരിണാമഫലമായാണ് ഇന്ത്യ രണ്ടായി വിഭജിച്ചതെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ ഈ കഥ ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ്. 1800കളുടെ ആദ്യ പകുതിയിൽ ശിപായി ലഹള അടക്കമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നേരിട്ട ബ്രിട്ടീഷ് ആർമി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിലേക്ക് കടന്നു. ഇതിന്റെ പരിണാമഫലമായി 2 നൂറ്റാണ്ടിലേറെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുകയും ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇവിടെ 2 രാജ്യങ്ങൾ രൂപപ്പെട്ടു. ഒരു വശത്ത് ഇരു രാജ്യങ്ങളും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയം, മറുവശത്ത് ലക്ഷക്കണക്കിന് ജനതയുടെ പലായനമായിരുന്നു. ഈ വിഭജനത്തിൽ 60 ലക്ഷത്തോളം വരുന്ന മുസ്ലിം ജനത പാകിസ്ഥാനിലേക്കും 40 ലക്ഷത്തോളം വരുന്ന ഹിന്ദുവും സിഖും ഇന്ത്യയിലേക്കും പലായനം ചെയ്യപ്പെട്ടു. എന്നാൽ 10 ലക്ഷത്തോളം പേർ ഇതിനിടെയുണ്ടായ സംഘർഷത്തിൽ മരണപ്പെട്ടു. അന്ന് ലോകം കണ്ടതിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ പലായനമായിരുന്നു അത്. രാജ്യം നടത്തിയ ഈ വിഭജന തീരുമാനത്തിൽ നിന്നും പൊരുത്തപ്പെടാതെ മാറി നിന്ന ഒരു ദേശമായിരുന്നു കാശ്മീർ. ഇരു രാജ്യത്തിന്റെ കൂടെയും ചേരാൻ താല്പര്യമില്ലെന്ന് അന്നത്തെ ജമ്മു കാശ്മീർ രാജാവായ രാജാ ഹരിസിംഗ് വെളിപ്പെടുത്തി. പക്ഷേ പിൻകാലത്ത് ആയുധധാരികളായ പാകിസ്ഥാനികൾ കാശ്മീരിലേക്ക് കയ്യേറ്റം ആരംഭിച്ചപ്പോൾ രാജാ ഹരിസിംഗിന് 1947 ഒക്ടോബർ 26 ഇന്ത്യയിലേക്ക് ലയിക്കാനുള്ള തീരുമാനമെടുക്കേണ്ടി വന്നു. രാജാ ഹരിസിംഗ് കൈമാറിയ ജമ്മു ആൻഡ് കാശ്മീരിന്റെ അവകാശവാദമായി ഇന്ത്യ ഒരു വശത്തും മുസ്ലിം ഭൂരിപക്ഷം കൂടുതലുള്ള കാശ്മീർ വിട്ടുതരാതെ പാകിസ്ഥാൻ മറുവശത്തുമായിരുന്നു. പഷ്തൂൺ ട്രൈബ്സ് എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് പത്താൻ വംശജരെ കാശ്മീർ കൈക്കലാക്കാനായി പാകിസ്ഥാൻ റിക്രൂട്ട് ചെയ്യപ്പെട്ടു. 1947 ഒക്ടോബർ 22 മുതൽ ഇവർ നടത്തിയ ആക്രമണത്തിന്റെയും കയ്യേറ്റത്തിനും എതിരെ ഇന്ത്യ തിരിച്ചടിക്കുകയും 1947 ആദ്യ ഇന്ത്യ പാക് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. 1948 ഡിസംബർ 31 നടന്ന സീസ് ഫയറോടുകൂടി ഈ യുദ്ധം അവസാനിക്കുകയായി. ഇരു രാജ്യങ്ങളുടെയും ആർമി എവിടെയാണോ നിന്നിരുന്നത് അവിടെ നിലയുറപ്പിക്കുകയും പിന്നീട് അത് സീസ് ഫയർ ലൈൻ ആയി മാറി. സീസ് ഫയർ ലൈൻ ജമ്മുവിലെ ചെനാബ് നദിയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് ഗ്ലേസിയറിന്റെ ബേസ് പോയിന്റായ NJ 9842 ചെന്ന് അവസാനിക്കുന്നു. അന്നു മുതൽ ഈ ലൈൻ ഇരു രാജ്യങ്ങളുടെയും UN മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പിന്റെ നിരീക്ഷണത്തിലാണ്. 1960കളുടെ ആരംഭത്തിൽ കാശ്മീരിലേക്ക് വീണ്ടും പാകിസ്ഥാൻ കയ്യേറ്റവും ആക്രമണവും തുടർന്നു. അങ്ങനെ രണ്ടാമതും 1965 ഇന്ത്യ പാക് യുദ്ധം സംഭവിക്കുകയും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും വിജയം പ്രാപ്തമാക്കുകയും ചെയ്തു. 1971 നടന്ന ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തിന് ശേഷം ഷിംല എഗ്രിമെന്റിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും സമാധാനപരമായുള്ള ചർച്ചകൾ നടത്തി ഈ പ്രശ്നം പരിഹരിക്കണമെന്നും മറ്റേതെങ്കിലും രാജ്യത്തിന്റെയോ ഐക്യരാഷ്ട്രങ്ങളുടെയോ ഇടപെടൽ നിഷേധിക്കുകയായിരുന്നു ഈ എഗ്രിമെന്റ്. ഇതോടുകൂടി സീസ് ഫയർ ലൈൻ LOC അഥവാ ലൈൻ ഓഫ് കൺട്രോൾ എന്ന പേരിൽ പരിവർത്തനം ചെയ്യപ്പെട്ടു. പക്ഷേ ഈ കരാറുകളെല്ലാം ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ നുഴഞ്ഞുകയറ്റം 1999 കാർഗിൽ യുദ്ധത്തിന് തുടക്കമിട്ടു. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇന്ത്യൻ സേനയുടെ ശക്തമായ പോരാട്ട മികവും ഇന്ത്യയെ കാർഗിൽ യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ കാരണമാക്കി.
അതിനുശേഷം പല തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടുകൂടി ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക്, 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണം, 2015 ജൂലൈ 27 ഗുർദാസ്പൂർ അറ്റാക്ക്, 2016 ജനുവരി 2 പത്താൻകോട്ട് എയർബേസ് അറ്റാക്ക്, 2016 സെപ്റ്റംബർ 18 നടന്ന ഉറി ഭീകരാക്രമണം. ഇതിനെതിരെ 2016 സെപ്റ്റംബർ 28 സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. പക്ഷേ 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ നടന്ന ബോംബാക്രമണത്തിൽ 40 CASF ജവാന്മാർ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് ഇന്ത്യ ബാലാകോട്ട് എയർ സ്ട്രൈക്ക് നടത്തുകയും ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പ് ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു. 2020 മാത്രമായി ഇന്ത്യ പാക് അതിർത്തിയിൽ ക്രോസ് വയലേഷൻ 5000-ലേറെ തവണ നടന്നിട്ടുണ്ട്. ഈ നിമിഷവും LOC അടങ്ങുന്ന രാജ്യാതിർത്തിയിൽ ധീരജവാന്മാർ രാജ്യരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഓർത്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.